തൃശൂരിലേക്കാണ്. അവിടെ പാലപ്പിള്ളിയിൽ പുലി റോഡ് മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് പാലപ്പിള്ളി ജനവാസ മേഖലയിൽ പുലിയെ കണ്ടത്. ആദ്യം ദൃശ്യങ്ങൾ കാണാം. ബി ശ്രീധരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീധരൻ, ഈ പാലപ്പിള്ളി എന്ന് പറയുന്നത് ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ഒരു വിഹാര കേന്ദ്രമായി മാറിയിട്ടുണ്ട്. കൂട്ടത്തോടെ കാട്ടാനകൾ വരുന്നു. ഇപ്പോൾ ഇതിനു മുൻപും പുലിയെ കണ്ടിട്ടുണ്ട്, വീണ്ടും പുലി. പാലപ്പിള്ളി വനമേഖലയിൽ, പ്രത്യേകിച്ച് മുപ്പിളി മേഖലയിൽ കാര്യമായി തന്നെ ഈ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ട്. മുപ്പിളിയിൽ പുലിശല്യം വർദ്ധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുമാണ്. മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശത്താണ് ഈ ഭീതി പടർത്തിക്കൊണ്ട് പുലി ഇറങ്ങിയത്. ഏതായാലും ഇന്നലെ രാത്രി ഇതിലൂടെ പോയ ഒരു യാത്രക്കാരനാണ് ഈ പുലിയുടെ ദൃശ്യം പകർത്തിയത്. റോഡ് മുറിച്ചു കടന്ന് പുലി ഓടിപ്പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പകൽ സമയത്ത് പോലും വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്ന ഒരവസ്ഥയുണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഏതായാലും ഹാരിസൺ എസ്റ്റേറ്റ് മാനേജർ ബംഗ്ലാവിന് സമീപം കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടിരുന്നു. റിസാൽ എന്നുള്ള യുവാവാണ് ഈ റബ്ബർ തോട്ടത്തിലൂടെ ഈ പുലി പോകുന്ന ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ഏതായാലും ഈ പുലിയെ കണ്ടത് വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാന ഇറങ്ങുന്ന സംഭവങ്ങളൊക്കെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. ഏതായാലും വന്യമൃഗങ്ങളെ നാട്ടിൽ ഇറങ്ങുന്നത് തടയുന്നതിന് വേണ്ടി ഫലപ്രദമായിട്ടുള്ള നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പ്രതിഷേധത്തിലും ഒക്കെയാണ്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. പുലി ഇറങ്ങിയതോടുകൂടി തന്നെ ആളുകളിൽ വലിയ ഭീതിയും ആശങ്കയും ഉണ്ടായിട്ടുണ്ട്.